അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഇഹപര വിജയികളിൽ അള്ളാഹു നമ്മളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ റജബും അതിൻ്റെ ഒരു കയറ്റം കഴിഞ്ഞ് ഇറക്കത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇസ്രാ മിഅ്റാജ് നമ്മളിലേക്ക് വരികയാണ്. വളരെ പരിശുദ്ധമായ മുഹൂർത്തങ്ങൾ വരികയാണ്. നമ്മൾ റമദാനിലേക്ക് ഒന്നുകൂടി അടുക്കുകയാണ്. റമദാനിലേക്ക് നമ്മൾ അടുക്കുന്തോറും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനികമായ ഒരു ആനന്ദം, ഒരു ഹലാവ, ഒരു മധുരം, അല്പം മതി, ഒരു ഈമാനികമായ ഹലാവ നമുക്ക് കിട്ടാനുണ്ടെന്നാണ്. മനുഷ്യന്റെ ഈമാനിന്റെ ഒരു പ്രത്യേകത തന്നെ അങ്ങനെയാണ്. നമ്മൾ ഈ ധരിക്കുന്ന വസ്ത്രം പോലെയാണ് ഈമാൻ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു ഥൗബ്. നിങ്ങൾ ശരീരത്തിന്റെ പുറത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നുരുമ്പും പോലെ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തുള്ള ഈമാനും നുരുമ്പുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഈമാനിനും ഈമാനിൻ്റെതായ അവസ്ഥാന്തരങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. ഒരാള് അവന് നൽകപ്പെട്ട ഈമാന് കൊണ്ട് മരിക്കും വരെ, ഖബർ വരെ അങ്ങനെ ജീവിച്ചു പോകുക എന്നുള്ളതല്ല. ഈമാൻ യസീദു വയൻഖുസു, അത് കൂടുന്നു, അത് കുറയുന്നു, അങ്ങനെയാണ്. അപ്പൊ ഈമാൻ ഒരേ അളവില് അല്ലെങ്കിൽ ഒരേ വേവിൽ നിൽക്കുന്ന ഒരു സാധനമല്ല. അത് കൂടുന്നു, കുറയുന്നു. നമ്മൾ ഒരു ഷുഗർ പേഷ്യന്റ് ഒക്കെ, ഒരു ഡയബറ്റിക് രോഗിയൊക്കെ ഡെയിലി അവന്റെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യും പോലെ ഈമാനിനെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നർത്ഥം. അപ്പൊ അതിൽ നിന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ട റിസൾട്ട് നമുക്ക് എതിരാണ് എങ്കിൽ നമ്മുടെ ലൈഫിനെ ഒരു ഡയറ്റ് ലൈഫായിട്ട്, ശരിയായിട്ടില്ല കേട്ടോ, ഡയറ്റ് ലൈഫായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യലാണല്ലോ അല്ലെ നമ്മുടെ ലൈഫിനെ. ഒരു ഡയറ്റീഷ്യന്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ നമ്മള് എന്റെ ശരീരത്തിലെ കലോറി, അമിതമായ കലോറി എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഡയറ്റീഷ്യൻ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ പൊരിച്ചതും കരിച്ചതുമായ ഭക്ഷണങ്ങള്, അതുപോലെ തന്നെ കാർബ്സ്, കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഫുഡിൽ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. മില്ലറ്റ് ഏത് ഐറ്റം ആകാം, അത് രാഗി ആകാം, അതുപോലെ തന്നെ ഗോതമ്പാകാം, ഓട്സ് ആകാം, അങ്ങനെയുള്ള മില്ലറ്റുകളിലേക്ക്, ധാന്യങ്ങളിലേക്ക്, തിനയാവാം, അതിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുന്നു. കാരണം നമ്മുടെ ശരീരം ഇങ്ങനെ അതിന്റെ അമിതമായ ഡയബറ്റിക് ഫങ്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫുഡ് മെനു കുറച്ചുകൂടി എന്ത് ചെയ്യാണ്, റീമേക്ക് ചെയ്യാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഈമാന്റെ ഒരു കാര്യം. ഒരു മനുഷ്യന്റെ ഒന്ന് പുറത്താണ്, ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അത് ശരീരത്തിന്റെ പുറത്താണ്. ഈ അകത്തുള്ള ഈമാനും നുരുമ്പുന്നുണ്ട് നമ്മളതിന് ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പൊ ഓരോ ദിവസവും നമ്മുടെ ഈമാനിന്റെ മെഷർ എടുക്കാൻ നമുക്ക് കഴിയണം. പഠിച്ചോനെ, ഞാനിപ്പോ എന്റെ വാക്ക് കൊണ്ട് എന്റെ ഈമാനിനെ എത്ര മങ്ങലേൽപ്പിച്ചു, എന്റെ നോക്ക് കൊണ്ട് എന്റെ ഈമാനിന് ഞാൻ എത്ര മങ്ങലേൽപ്പിച്ചു, എന്റെ നാവ് കൊണ്ട് എന്റെ ഈമാനിന് ഞാൻ എത്ര മങ്ങലേൽപ്പിച്ചു. അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് ജീവിക്കണമെങ്കിൽ ഇപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും നമ്മളെ ഈമാനൊക്കെ ഒരു കാലത്ത് ഒരേ ലെവലിലായിരുന്നു. അതെങ്ങനെയാണ് അതിന്റെ തുടക്കം? ഒരു മനുഷ്യന് ഈമാൻ നൽകപ്പെടുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും നമ്മുടെ ഈമാനൊക്കെ ഒരു ലെവലിലായിരുന്നു. പിന്നെ പരിശുദ്ധ പ്രവാചക തിരുമേനി തന്നെ പറയുന്നുണ്ട്, ഞാനല്ലാത്ത പ്രവാചകന്മാരല്ലാത്ത എന്റെ ഉമ്മത്തിൽപ്പെട്ട മറ്റുള്ള ആളുകളുടെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും എന്റെ സിദ്ദീഖിന്റെ ഈമാൻ തുലാസിന്റെ മറുതട്ടിലും നിങ്ങൾ തുലനം ചെയ്യുകയാണെങ്കിൽ എന്റെ സിദ്ദീഖിന്റെ ഈമാൻ തുലാസിന്റെ ഏത് തട്ടിലാണോ വെച്ചത് ആ ത്രാസിന്റെ തട്ട് പാരം കൊണ്ട് നിലത്ത് തട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് സിദ്ദീഖ് തങ്ങളുടെയും നമ്മുടെയും ഈമാൻ ഒരേ ലെവലിലായിരുന്ന കണ്ടീഷനിൽ നിന്ന് അത് ലോകത്തോളം ഉയർന്നു പോയത്? അത് സിദ്ദീഖ് തങ്ങൾ അതിനെ പരിചരിച്ച, അതിനെ ശുശ്രൂഷിച്ച ശൈലിയാണ്. സിദ്ദീഖ് തങ്ങൾ അതിനെ ശുശ്രൂഷിച്ച ശൈലിയാണ്. അപ്പൊ ഈമാനിന് വേരിയേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഖദ്സാ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ പിൽക്കാല ചരിത്രം, അവരുടെ മുൻകാല ചരിത്രം രണ്ടും ഭിന്നമാണ്. ഖദ്സാ എന്ന് പറയുന്ന സ്ത്രീ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുൻപ് അവരുടെ ഒരു ആങ്ങൾ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹനിധിയായ തന്റെ സഹൃദയനായ സഹോദരൻ സ്വന്തം ആങ്ങളെ മരിച്ചപ്പോ
ആത്മഹത്യയെ പറ്റി ചിന്തിച്ച ആളാണ്. ആത്മഹത്യക്ക് ശ്രമിക്കുകയും ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്തു എന്ന് ഹൻസ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അവർ പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വരികയാണ്. ഇസ്ലാമിലേക്ക് വന്ന ഹൻസ റളിയല്ലാഹു അൻഹയെ പിന്നെ ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്ന എന്താണ്? ഇസ്ലാമിന്റെ ധർമ്മസമരം നടക്കുമ്പോൾ, യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ തന്റെ 4 മക്കളെയും യുദ്ധത്തിന് വേണ്ടി അണിയിച്ചൊരുക്കുകയാണ്. യുദ്ധത്തിന് മക്കള് കടന്നു പോവുകയാണ്. യുദ്ധം കലാശിച്ച നേരത്ത് ഹൻസ റളിയല്ലാഹു അൻഹയുടെ 4 മക്കളും യുദ്ധത്തിൽ വിട പറയുകയാണ്. യുദ്ധത്തിൽ ലോകത്തോട് വിട പറയുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ എന്റെ മക്കള് മരിച്ചു എന്ന് അറിഞ്ഞപ്പോ ഇതേ വനിത എപ്പോ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുൻപ് സ്വന്തം ആങ്ങള മരിച്ചപ്പോ ആത്മഹത്യയെ പറ്റി ആലോചിക്കുകയും അതിന് ഒരളവോളം ശ്രമിക്കുകയും ചെയ്ത അതേ വനിത മതത്തെ പുൽകി ഈമാനിനെ ആവരണം ചെയ്തപ്പോ 4 മക്കളും മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോ പറഞ്ഞെന്തറിയോ? അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിശഹാദതിഹിം. എന്റെ 4 കുട്ടികളുടെ രക്തസാക്ഷിത്വം കൊണ്ട് എനിക്ക് ശറഫ് നൽകിയ, എനിക്ക് കൂടി, അവരുടെ ഉമ്മയാണല്ലോ ഞാൻ, എനിക്ക് കൂടി ശറഫ് നൽകിയ എന്റെ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. അതൊരു ആലങ്കാരികമായ വാക്യമല്ല, അത് ഉള്ളിൽ കിടക്കുന്ന ഈമാൻ കൊണ്ട് മാത്രം പുറത്തേക്ക് വന്നൊരു സാധനമാണ്. കാരണം ഈമാൻ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈമാൻ ഇല്ലെങ്കിൽ ഒരിക്കലും മനുഷ്യനെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പ്രയാസം പോലെ ഒരു മനുഷ്യന്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്നുണ്ട്, രോഗം നമ്മളെ ഈമാൻ വർദ്ധിപ്പിക്കുന്നുണ്ട്, പരീക്ഷണം നമ്മളെ ഈമാൻ വർദ്ധിപ്പിക്കുന്നുണ്ട്, വൈകല്യം ഒരാളുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നുണ്ട്, അപകടം ഒരാളുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒരു മനുഷ്യനെ അത് വർദ്ധിക്കാനും അല്ലെങ്കിൽ അതില്ലാതാവാനുമുള്ള കാരണങ്ങളാണ്. ഇപ്പൊ ഗൾഫില് അത് അള്ളാഹുവിന്റെ വിധിയാണ് അല്ലെ. 4 ആൺമക്കളും ഒരു പെൺകുട്ടിയും ഉള്ള ഒരു കുടുംബത്തിലെ ഉമ്മയും ഉപ്പയുമായ ദമ്പതികൾ. ആ അപകടത്തിൽ അവരെല്ലാവരും നേരിട്ട അപകടമാണ്. ആദ്യം 3 പുത്രന്മാർ മരിച്ചു പോകുന്നു. പിറ്റേ ദിവസം ഒരു പുത്രൻ. 4 ആൺതരികളിൽ 4ഉം വിട പറയാണ്. ആ ഉമ്മാന്റെ ഒരു മാനസികാവസ്ഥ, ആ ഉപ്പയുടെ ഒരു മാനസികാവസ്ഥ എന്നാലോചിച്ചു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരം സിദ്ധിക്കുമ്പോ അതിനകത്ത് മുസ്ലിങ്ങളടക്കം തൂലിക ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് എഴുതിവിടുന്നത് ചിലപ്പം മതത്തിന് അല്ലെങ്കിൽ വിധിക്ക് എതിരായ, ഒരിക്കലും നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ പാടില്ലാത്ത രീതിയിലുള്ള കമന്റ്സ് അല്ല. എന്താ കാരണം? ഈമാനിന്റെ ബാലിശത അല്ലെ. അത് ഭദ്രമായി ചില സ്ഥലത്ത് ഇളകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ. കാരണം ഒരു മനുഷ്യനെ അള്ളാഹു പരീക്ഷണങ്ങൾ, ഇത് അങ്ങനെയാണല്ലോ, എല്ലാവരും എല്ലാത്തിലും ഉത്തമരായിട്ട് ജീവിക്കുന്ന ഒരു സാമൂഹിക പ്രക്രിയയിനകത്തല്ലല്ലോ നമ്മൾ ഒന്നുള്ളത്. ഇപ്പൊ എല്ലാം ഉണ്ടാകാം അല്ലെ. ഇവിടെ കുറവുകൾ ഉണ്ടാകും, കുറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂല് പറഞ്ഞത് ഇസ്ലാം റിസ്കിന് ഭയങ്കര കൂലി കൊടുക്കുന്നുണ്ട്. ഒരു ഭിന്നശേഷിക്കാരന് ഇസ്ലാം കൊടുത്ത പ്രിവിലേജ് കൂലിയുടെ കാര്യത്തില്. അപ്പോഴല്ലേ സഹാബ ചോദിച്ചത് ഭിന്നശേഷിക്കാരന് നാളെ മഹ്ശറയിൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കേട്ടപ്പോഴാണ് കൂട്ടത്തിൽ നിന്ന് ഒരാൾ എണീറ്റ് വന്ന് ചോദിച്ചത്, നബിയെ, ഇനി മൂർച്ചയുള്ള ഒരു ആയത്ത് എടുത്തിട്ട് ഞങ്ങളെ കയ്യ് ഏതെങ്കിലും അർത്ഥത്തിൽ ഒന്ന് മുറിച്ച് കട്ട് ചെയ്ത് ഈ ഭിന്നശേഷിക്കാരുടെ കൂട്ടത്തിൽ ഇടം പിടിക്കാൻ സ്കോപ്പ് ഉണ്ടോ? നോക്കു നിങ്ങൾ. അങ്ങനെ ഒരു ശ്രോതാവ് അല്ലെങ്കിൽ ഒരു അനുചരൻ, ഒരു ശിഷ്യൻ ചോദിക്കണമെങ്കിൽ ഭിന്നശേഷിക്കാരന്റെ പ്രൗഢി എത്രമേൽ പവിത്രമായി പരിശുദ്ധ റസൂൽ അവിടെ അവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പറഞ്ഞു അവരെ ധരിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഓരോ കാര്യം അറിയിച്ചു. ഇപ്പൊ ഗൾഫിൽ പ്രവാസികൾ മരിക്കുന്നു അല്ലെ. അപ്പൊ നമ്മള് പറയാണ് ആ മയ്യത്ത് അവിടെ മറവ് ചെയ്യേണ്ടി വന്നല്ലോ, വല്ലാത്തൊരു അവസ്ഥ എന്നൊക്കെ പറയാം അല്ലെ. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് മദീനത്തിൽ മനുഷ്യൻ മരിച്ചപ്പോ, മദീന നിവാസിയായ ഒരാൾ മരിച്ചപ്പോ, മദീന അയാൾ മരിച്ചു, അദ്ദേഹത്തിന്റെ ശേഷക്രിയകളൊക്കെ കഴിഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ അയാളുടെ ജന്മസ്ഥലമല്ലാത്ത ഒരിടത്തായിരുന്നു മരിച്ചതെങ്കിൽ എത്ര ഹൈറായിരുന്നേനെ. അപ്പൊ നബിതങ്ങള് ഈ ക്വസ്റ്റ്യനിൽ സഹാബത്തിന് ക്യൂരിയോസിറ്റി വർദ്ധിക്കുമല്ലോ, അവർക്ക് അതിലൊരു ജിജ്ഞാസ മുളപൊട്ടുമല്ലോ. അപ്പൊ നബിയോട് ചോദിച്ചു, എന്താ നബി അങ്ങനെ പറയാൻ കാരണം? അയാളെ നാട്ടിൽ തന്നെ മരിച്ചു, അദ്ദേഹത്തെ നമ്മൾ അവിടെ തന്നെ മറവ് ചെയ്തു. അപ്പോഴാണ് അങ്ങ് പറയുന്നത് അദ്ദേഹം മറ്റൊരു നാട്ടിൽ മരിച്ചെങ്കിൽ എത്ര ഹൈറായേനെ എന്ന് എന്തേ നബിയെ അങ്ങ് പറഞ്ഞത്? കാല. അപ്പൊ പരിശുദ്ധ റസൂല് പറയാണ്, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജന്മദേശമല്ലാത്ത ഒരു അന്യ നാട്ടിലാണ്, ഒരു പ്രവാസ ലോക ജീവിതത്തിന്റെ ഇടയിലാണ് മരിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഖബർ ഒരുക്കുന്നത് എങ്കിൽ
നാളെ മലക്കുകൾ അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ നിന്ന്, അദ്ദേഹത്തെ ഇപ്പൊ മറമാടിയ നാട്ടിലേക്കുള്ള ഖബറിലേക്കുള്ള ദൂരം പിടിക്കുകയാണ്. അത്ര ദൂരം അദ്ദേഹത്തിന്റെ ഖബർ പരിശുദ്ധ റബ്ബ് വിശാലമാക്കി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് അത്രയും മഗ്ഫിറത്ത് കിട്ടും, അദ്ദേഹത്തിന് പഠിച്ചുകൊണ്ടിട്ട് അത്രയും സ്ഥാനം കിട്ടും, അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം തന്നെ അത്രമേൽ വിശാലമാകും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഓരോ ബുദ്ധിമുട്ടുകളിലും ഓരോ പരീക്ഷണങ്ങളിലും അല്ലാഹു തആല അതിന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചിട്ട് പ്രത്യുപകാരവും പ്രതിഫലവും കൊടുക്കുന്നുണ്ട്. അത് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ ഇവിടെ വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഈമാനും ലജ്ജയും ഖൽബിന്റെ ഒറ്റ കൊമ്പത്തെ കിളികളാണ്, ഒറ്റ കൊമ്പത്ത. നിങ്ങളുടെ കൽബിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈമാനും ലജ്ജയും ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഇദാ സഖത മിൻഹു വാഹിദ്, അതിൽ നിന്ന് ഒന്ന് വീണുപോയാൽ സഖതത്തിൽ ഉഖ്റാ, നിങ്ങളുടെ ലജ്ജ വീണുപോയാൽ ഈമാൻ വീഴുന്നതാണ്, ഈമാൻ വീണുപോയാൽ ലജ്ജയും വീഴുന്നതാണ്. സോഷ്യൽ മീഡിയ കാലല്ലേ ഒരു ഗ്രൂപ്പില് ആരൊക്കെയോ ഒരുത്തനെ എതിർത്തപ്പോ മറ്റൊരുത്തനെ കോപ്പ് കൂട്ടി പടക്കോപ്പുകളൊക്കെ മറ്റൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയും, എടാ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയും, അത് ശ്ലീലമാകാം അശ്ലീലമാകാം, അത് സഭ്യമാകാം അസഭ്യമാകാം, ഈ ഒന്നും നോക്കണ്ട, ഈ ധൈര്യമായിട്ട് വിളിച്ചു പറയും. നമ്മളെ എതിർക്കുന്ന പോലെ അതേ നാണയത്തിൽ കല്ലും മുള്ളും വെച്ച് നമ്മളും എതിർക്കണം എന്ന് പറഞ്ഞ് ഇവനെങ്ങനെ മറ്റോ മോട്ടിവേറ്റ് ചെയ്തപ്പോ ഈ കമന്റ് ഒരു പബ്ലിക് ഗ്രൂപ്പിൽ ഇടാൻ ലജ്ജ തോന്നിയ ഈ കുട്ടി പറഞ്ഞു, എനിക്കതിന് മടിയാണ്. ഒരുപാട് ആൾക്കാരുള്ള ഗ്രൂപ്പല്ലേ, എന്നാ അപ്പ അണ്ടർലൈൻ ചെയ്തു ഈ കുട്ടി ഈമാനുള്ള കുട്ടിയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ലജ്ജയാണ്. അപ്പൊ ലജ്ജ ഉണ്ടോ? ഈമാനുണ്ട്. ഈമാനുണ്ടോ? ലജ്ജ ഉണ്ട്. അതിന്റെ നേരെ ഉൾട്ടൊന്ന് വായിച്ചു നോക്ക്, ലജ്ജല്ലേ, ഈമാനില്ല. ഇതൊന്നും പരിഗണിക്കാതെ എന്ത് വന്നാലും വേണ്ടില്ല, ആര് കേട്ടാലും വേണ്ടില്ല എന്നും പറഞ്ഞിട്ട് കണ്ണും ചിമ്മിയിട്ട് പറയുന്ന എല്ലാ അസഭ്യങ്ങളും പുലമ്പുന്നവർ ലജ്ജയില്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ പുലമ്പുന്നത്. ആ ലജ്ജയില്ല എന്നുള്ളതിന്റെ അർത്ഥം അതിനെന്താണ്? ഈമാനില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈമാനിന് ഓരോ ശാഖകൾ, അല്ലെ? നമ്മൾ മദ്രസാ തലം മുതൽ പഠിക്കില്ല ഈമാനിന്റെ ശാഖകൾ. അതിൽ ഏറ്റവും ചെറിയ ശാഖയാണ് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സ്വദഖ. ഈമാനിന്റെ ഒരു ശാഖയാണ്. വഴിയിൽ നിന്ന് ഒരു ചെറിയ കല്ലോ മുള്ളോ വിഘ്നമോ തടസ്സമോ വൈതരണിയോ പ്രതിബന്ധമോ പ്രതിസന്ധിയോ പ്രതിലോമകരമായിരിക്കുന്ന മറ്റെന്തെങ്കിലും തടസ്സങ്ങളോ നമ്മളൊന്ന് നീക്കുക. പക്ഷെ നീക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നീയത്ത് വേണം, ഇത് അല്ലാഹുവായിട്ടുള്ള എന്റെ ഒരു അമാനത്താണ്, എന്റെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ പരിസ്ഥിതിയെ സ്നേഹിക്കണം, വേസ്റ്റ് കണ്ടാൽ അത് മാനേജ് ചെയ്യണം. വേസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് അത് ആരോഗ്യ വകുപ്പിന്റെ ആൾക്കാർ വരട്ടെ, അല്ലെങ്കിൽ അവര് വരട്ടെ, ഇവര് വരട്ടെ എന്ന് പറഞ്ഞ് അത് കണ്ടാളല്ല. ഹിമഘട്ടങ്ങളുടെ മലനിരകളുടെ മുകളിൽ കയറിയിട്ട് വയനാട്ടിലെ ചുരമടുക, ഇനി വലിയൊരു പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കാൻ പോകുന്ന വലിയ അപകടം ഈ വേസ്റ്റുകളാണ്. നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയാല് നമ്മുടെ കുട്ടിക്കുള്ള പമ്പേഴ്സ് വാങ്ങുമ്പോ ഒന്നല്ല, അത് ബൾക്കായിട്ടാണ് വാങ്ങുന്നത്, അല്ലെ? എത്ര സാധനങ്ങളാണ് ഇന്ന് വിപണിയിൽ ബൾക്കായിട്ട് കിട്ടുന്നത്? കാരണം കൂടുതൽ എടുത്തോ അതിന് ലാഭമുണ്ട്. ഈ സാധനത്തിന്റെ വേസ്റ്റുകൾ എവിടെ നമ്മൾ മാനേജ് ചെയ്യാം? നമ്മൾ പറയും നമ്മുടെ വീട്ടിന്റെ തൊടി നടന്നിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ വേസ്റ്റ് ബിന്നുകൾ ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ ഉണ്ടല്ലോ, അല്ലെ? ഇങ്ങനെ കുറെ മുനിസിപ്പാലിറ്റികളും നഗരസഭകളും പഞ്ചായത്തുകളും ഗ്രാമങ്ങളും ഗ്രാമികകളും ഒക്കെ കൂടി ചേർന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു ഇടം. ഈ ഭൂമിയിൽ നിന്ന് ഇനി നമ്മൾ എവിടേക്കാണ് അതിനെ സംസ്കരിക്കുക? അതാർക്കും അറിയാൻ പാടില്ല, അല്ലെ? അങ്ങനെ വേസ്റ്റുകൾ നിറഞ്ഞ് ഇപ്പൊ പഴയ കമ്പ്യൂട്ടറുകൾ വലിച്ചെറിഞ്ഞു കുപ്പത്തൊട്ടിയിലേക്ക്, പഴയ ടെലിവിഷൻ വലിച്ചെറിഞ്ഞു കുപ്പത്തൊട്ടിയിലേക്ക്. ഈ പ്രൊഡക്റ്റുകളെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, പൊളിത്തീൻ കവറുകളെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്ക്, അല്ലെ? അപ്പൊ ഒരു വഴിയിലെ തടസ്സം നീക്കുന്നത് സോഷ്യൽ ലൈഫിലാണ്. അപ്പൊ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടത്തിൽ അല്ലാഹു എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അവരുടെ ലൈഫിലൂടെ അഡാപ്റ്റബിലിറ്റിയിലേക്ക് വരിക, സ്വമേധയാ പൊരുത്തപ്പെടുക, അത് ദഹന വ്യവസ്ഥയുടെ ഭാഗമാക്കി മാറ്റാം. ഇത് എന്റെ റബ്ബേ എനിക്ക് ഖദർ ഖദാഇൽ കണക്കാക്കി തന്നതല്ലേ, ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയലാണ് അത്രേ ഈമാൻ. ഈ ദുനിയാവിന്റെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലല്ലേ. ഡോക്ടർ വർദാ സലാമിന്റെ ഒരു നോവലിൽ അവർ പറയുന്നുണ്ട്, കടപ്പുറത്ത് കളിച്ചു പോകുന്ന ഒരു കുട്ടി, തീരദേശത്ത് നിന്ന് ആ കുട്ടിയുടെ ചെരുപ്പ് നഷ്ടമാവാൻ തിരമാല കൊണ്ടുപോവാൻ. അപ്പൊ ആ കുട്ടി കടപ്പുറത്ത് എഴുതി, തിരമാല കടലമ്മ കള്ളനാണ്, എന്റെ ചെരുപ്പ് മോഷ്ടിച്ച കള്ളൻ. രണ്ടാമത് അതുവഴി ഒരു മുക്കുവനാണ് വരുന്നത്. അയാൾക്ക് ഒരാഴ്ച മുമ്പ് കടലിൽ മുങ്ങിയപ്പോ ഒരു മുത്ത് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ആ കുട്ടി എഴുതിയതിന്റെ താഴെ അയാൾ അതേ കടപ്പുറത്ത് എഴുതി, ഈ കടലമ്മ കള്ളനൊന്നുമല്ല, കടലമ്മ എന്റെ അന്നമാണ്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും ജീവൻ, അല്ലെങ്കിൽ കുടുംബത്തിനുള്ള എല്ലാവിധ പകിട്ടും നൽകിയത് ഈ കടലമ്മയിൽ നിന്ന് എനിക്ക് മുങ്ങിയപ്പോ കിട്ടിയ മുത്താണ്, അതുകൊണ്ട് കടലമ്മ അന്നമാണ്. മൂന്നാമത് അതുവഴി വരുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഒരു മോളെ 3.5 വയസ്സുള്ള ഒരു പൈതലിനെ ഈ കടപ്പുറത്ത് വെച്ച് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടതാണ്. അത് തിരമാലയിൽ മുങ്ങിപ്പോയതാണ് ആ കുട്ടി. അതിന്റെ ഓർമ്മ പുതുക്കാൻ ഈ സ്ത്രീ വന്നു. അപ്പൊ മൂന്നാമത് ഈ സ്ത്രീ ഈ കടപ്പുറത്ത് എഴുതി വെച്ചു, കടലമ്മ കൊലയാളിയാണ്, എന്റെ മകളെ എന്റെ മടിത്തട്ടിൽ നിന്ന് കട്ടെടുത്ത് കൊണ്ടുപോയ കൊലയാളിയാണ്. ഇത് ഒരു ബ്രിട്ടീഷ് സാഹിബ് കണ്ടുകൊണ്ടിരിക്കുക. അയാള് വിദേശിയാണ്. അപ്പൊ ഇവർ എഴുതിയ ഈ മാതൃഭാഷ അദ്ദേഹത്തിന് ബോധിച്ചില്ല. പക്ഷെ എന്തോ ഒന്ന് അതിനകത്ത് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അയാള് ആ നാട്ടുകാരനായ ഒരു ദ്വിഭാഷ